നിങ്ങളുടെ തലച്ചോറ് നിങ്ങളോട് കള്ളം പറയും. ഓരോ ദിവസവും നിങ്ങൾ കാണുന്നത് എല്ലായ്പ്പോഴും യാഥാർത്ഥ്യമല്ല. സാഹചര്യങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങളുടെ മനസ്സ് അതിലുള്ള വിടവുകൾ നികത്തുന്നു. ഇതിനെ കോഗ്നിറ്റീവ് ബയസ് എന്ന് വിളിക്കുന്നു. ഊർജം ലാഭിക്കാൻ നിങ്ങളുടെ തലച്ചോറ് കുറുക്കുവഴികൾ എടുക്കുന്നു. അത് സത്യം വളച്ചൊടിച്ചാണെങ്കിൽ പോലും നിങ്ങളെ കബളിപ്പിക്കാനല്ല കള്ളം പറയുന്നത്, നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, അതിജീവനത്തിന് നിങ്ങളെ സഹായിക്കാൻ. സത്യം നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഉറ്റ സുഹൃത്തും നിങ്ങളുടെ മികച്ച മിഥ്യയുമാണ്. ഒരു ഉദാഹരണം നോക്കാം. മീറ്റ് മായ. മായ വളരെ കോൺഫിഡന്റ് ആണ്. അവൾ അവളുടെ കിച്ചൺ നവീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അവൾ അവളുടെ അടുക്കള നവീകരിക്കാനുള്ള ഒരു വീഡിയോ കാണുകയാണ്. അവൾ കണ്ട വീഡിയോയുടെ അടിസ്ഥാനത്തിൽ ജോലി ആരംഭിക്കുന്നു. എന്നാൽ എല്ലാം അവൾ വിചാരിച്ചതിന് വിപരീതമായി സംഭവിക്കുന്നു. തന്റെ തെറ്റു മനസ്സിലാക്കിയ മായ ഉടനെ തന്നെ ഒരു പ്രൊഫഷണൽ കോൺട്രാക്ടറിനെ വിളിച്ചു വരുത്തുകയും അവരൊന്നിച്ച് ജോലി പൂർത്തിയാക്കുകയും ചെയ്തു. ഇതൊരു ബയാസാണ്. ഇതിനെ ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ് എന്ന് പറയുന്നു. ഇതൊരു തരം അബദ്ധ ആത്മവിശ്വാസമാണ്, മിസ്പ്ലേസ്ഡ് കോൺഫിഡൻസ്. ഒരു വിഷയത്തെക്കുറിച്ച് വളരെ കുറഞ്ഞ അറിവ് മാത്രമുള്ള ആളുകൾക്ക് തങ്ങൾക്ക് ആ വിഷയത്തിൽ വലിയ അറിവുണ്ട് എന്ന് തെറ്റിദ്ധരിക്കുകയും അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. അവർക്ക് തങ്ങളുടെ കഴിവില്ലായ്മ തിരിച്ചറിയാനുള്ള അറിവോ മെറ്റാകോഗ്നിറ്റീവ് കഴിവോ അഥവാ ചിന്തയെക്കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് താൻ കാര്യങ്ങൾ നന്നായി ചെയ്യുന്നുണ്ടെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ പ്രതിഭാസത്തിന്റെ മറ്റൊരു വശം, ഒരു വിഷയത്തിൽ വലിയ അറിവുള്ളവർക്ക് തങ്ങളുടെ അറിവ് കുറവാണെന്ന് തോന്നുകയും അവർ മറ്റുള്ളവരെക്കാൾ ആത്മവിശ്വാസം കുറഞ്ഞവരായി കാണപ്പെടുകയും ചെയ്യാം. ഇപ്പോൾ വിശദീകരിച്ചത് കേവലം ഒരു ബയാസ് മാത്രമാണ്. ബാക്കിയുള്ളവയെക്കുറിച്ചറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇനി വരുന്ന വീഡിയോകളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം.